2025 ഡിസംബർ 28 ഞായറാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി ഇ.വി. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. കുടുംബത്തിൽ മനസ്വസ്ഥത കുറയാനും ഉറക്കക്കുറവ് അനുഭവപ്പെടാനും ഇന്ന് സാധ്യതയുണ്ട്. ഉദരവാത നീർദോഷ രോഗങ്ങൾ ആരോഗ്യത്തെ ബാധിച്ചേക്കാം. യാത്രാക്ലേശം ഉണ്ടാകുവാനും വാഹന അപകടങ്ങൾ സംഭവിക്കുവാനും സാധ്യതയുള്ളതിനാൽ യാത്രകളിൽ അതീവ ജാഗ്രത പുലർത്തുന്നത് ഉചിതമായിരിക്കും. അനാവശ്യ ആശങ്കകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കർമ്മ മേഖലയിൽ അർഹിക്കുന്ന രീതിയിലുള്ള ഉന്നത പദവികൾ അലങ്കരിക്കുവാനുള്ള ഭാഗ്യം ഇന്ന് വന്നുചേരും. ബിസിനസ്സിൽ വലിയ തോതിലുള്ള പുരോഗതിയും ധനലാഭവും പ്രതീക്ഷിക്കാം. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ എല്ലാം വിജയവും ശാരീരികമായ സുഖ സൗകര്യങ്ങളും വർദ്ധിക്കുന്ന സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന് അനുഭവപ്പെടുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. നിയമപരമായ വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കുവാനും ധനനേട്ടം ഉണ്ടാകുവാനും ഇന്ന് സാധിക്കും. ശത്രുദോഷങ്ങൾ അകലുകയും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം അനുഭവപ്പെടുകയും ചെയ്യും. ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ലാഭകരമായി തീരുന്ന അനുകൂലമായ സാഹചര്യമാണെന്ന് കാണുന്നത്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളും നിയമപരമായ പ്രശ്നങ്ങളിൽ തിരിച്ചടിയും ഇന്ന് ഉണ്ടായേക്കാം. എടുത്ത കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ മനഃശാന്തി കുറയും. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ ക്ലേശങ്ങളും ശാരീരിക ക്ഷീണവും അലട്ടാൻ ഇടയുള്ളതിനാൽ വിശ്രമം ആവശ്യമായി വരും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. മനസ്സിന് ഭയവും ആശങ്കയും തോന്നുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഉണ്ടായേക്കാം. എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നത് മനസ്വസ്ഥത കുറയ്ക്കും. അപമാനമോ മനോദുഃഖമോ വരാതെ ശ്രദ്ധിക്കണം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടാൻ ഇടയുള്ളതിനാൽ പണമിടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായിരിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഉന്നത വ്യക്തികളിൽ നിന്നോ സർക്കാരിൽ നിന്നോ വലിയ ഗുണാനുഭവങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. തൊഴിൽ വിജയവും ധനനേട്ടവും ഉണ്ടാകും. ഈശ്വര അനുഗ്രഹവും ഭാഗ്യവർദ്ധനവും അനുഭവപ്പെടുന്ന ദിനമാണിത്. കുടുംബത്തിൽ അഭിവൃദ്ധിയും ഗുരുജനങ്ങളുടെ പ്രീതിയും ലഭിക്കും. ആരോഗ്യം തൃപ്തികരമായി തുടരുന്ന ഐശ്വര്യപൂർണമായ ദിവസമായിരിക്കും ഇന്ന്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ദീർഘകാലമായി കാണാതിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഇന്ന് അവസരം ലഭിക്കും. അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകാൻ യോഗമുണ്ട്. നല്ല സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കുന്നത് മനസ്സിന് സന്തോഷം നൽകും. ഇഷ്ടഭക്ഷണം കഴിക്കുവാനും സമാധാനപരമായ സമയം ചെലവഴിക്കുവാനും സാധിക്കുന്ന ദിനമാണിത്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. മനഃശാന്തി കുറയാനും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും ഇന്ന് സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായ നഷ്ടങ്ങൾ സംഭവിക്കാതെ ശ്രദ്ധിക്കണം. മംഗളകർമ്മങ്ങളിൽ തടസ്സങ്ങൾ നേരിടാം. സർക്കാർ സംബന്ധമായ ജോലികളിൽ തിരിച്ചടിയോ തൊഴിൽ പരാജയമോ ഉണ്ടാകാതെ എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. മനസ്സിന് വിഷമം നൽകുന്ന വാർത്തകൾ ഉണ്ടായേക്കാം. തൊഴിൽ രംഗത്ത് കൂടുതൽ ക്ലേശങ്ങൾ അനുഭവപ്പെടാനും പ്രയത്നത്തിന് തക്കതായ ഫലം ലഭിക്കാതെ വരാനും ഇടയുണ്ട്. വിദ്യാതടസ്സം, വാത കഫ സംബന്ധമായ അസുഖങ്ങൾ, അലർജി എന്നിവ അലട്ടിയേക്കാം. ക്ഷമയോടെ കാത്തിരിക്കുന്നത് പ്രതിസന്ധികളെ മറികടക്കാൻ സഹായിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വർഷങ്ങളായി സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ യോഗമുണ്ട്. പ്രവർത്തനങ്ങൾക്ക് അംഗീകാരങ്ങളോ അവാർഡുകളോ തേടിയെത്തും. വാഹനഭാഗ്യവും പ്രശസ്തിയും ഇന്ന് ഫലമാണ്. മനസ്സിന് പൂർണ്ണമായ സുഖവും സമാധാനവും ലഭിക്കുന്ന ഭാഗ്യദിനമായിരിക്കും ഇന്ന് കടന്നുപോവുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ജോലിയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പിതൃതുല്യരായ വ്യക്തികളുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കാൻ ഇടയുള്ളതിനാൽ വലിയ നിക്ഷേപങ്ങൾ ഇന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ദീർഘകാലമായി ഉണ്ടായിരുന്ന അസുഖങ്ങൾ മാറി ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. അപ്രതീക്ഷിതമായ സമ്മാനങ്ങളോ ആഭരണങ്ങളോ ലഭിക്കാൻ യോഗമുണ്ട്. സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരം കൈവരും. സാമ്പത്തികമായി ധനലാഭം ഉണ്ടാകുവാനും മനസ്സിന് സന്തോഷം ലഭിക്കുവാനും അനുകൂലമായ സാഹചര്യമാണ് ഇന്ന് കാണുന്നത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ.വി. 9746812212